ഹലോ ഫോളോവേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ടിപ്പ് തരാം. രണ്ട്, പിന്നെ താല്പര്യമുള്ളവർക്ക് കാണാം. ആദ്യം ഞാൻ ടിപ്പ് പറഞ്ഞു തരാം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. നമ്മൾ ബെൽറ്റ് ഇടാൻ നേരത്തെ ഇതുപോലെ ആദ്യം ബക്കിളിൻ്റെ ആ കൊളുത്തിലേക്ക് പാൻറ്റിൻ്റെ തുള കയറ്റുകയാണെങ്കിൽ സുഖമായിട്ട് ഇടാൻ പറ്റും. പാൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് പൊങ്ങി പോകുന്നുള്ള പ്രശ്നം വരത്തില്ല. നമ്മളിന്ന് തിരുനക്കരയിലേക്ക് പോവുകയാണേ. നമ്പൂർ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ തിരുനക്കരയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസമായിരുന്നു പൂരത്തിന് പോകാൻ പറ്റില്ല. ഇന്ന് സ്റ്റേജിലാണെങ്കിൽ പിന്നെ തിരുവാതിര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കറങ്ങി. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ടയ്ക്ക് മുമ്പുള്ള സമയമായിരുന്നു. പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തിരിയൊക്കെ റെഡിയാക്കിയൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് ശാന്തി റെഡിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കറക്റ്റ് ഒരു 7-8 ആനകൾ നിരന്ന് കുറച്ച് നേരം പള്ളിവേട്ട എന്ന് ഉദ്ദേശിക്കുന്നതാണ്. കുറേ ആനകൾ ഇങ്ങനെ നിരന്ന് തിടമ്പൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ് പള്ളിവേട്ട. അപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വേറൊന്നുമല്ല, അമ്പൂനെ കുറച്ച് നേരം ഇവിടുത്തെ പാർക്കിലൊന്ന് കളിപ്പിക്കണം. അതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് പാസ്സൊക്കെ എടുത്ത് അമ്പൂനെ കളിപ്പിക്കാനൊക്കെ കയറ്റി ജസ്റ്റ് അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി. നമ്മുടെ പൂരം നടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ പാർക്ക്. കോട്ടയംകാർക്കറിയാം. അപ്പോൾ ഞങ്ങൾ കറക്കൊക്കെ പെട്ടെന്ന് തന്നെ മതിയാക്കി വെളിയിലോട്ട് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അധികം നേരം നിൽക്കേണ്ട, ബൈക്കിനാണ് പോയത്. ഇത് ജോസ്കോയുടെ മുമ്പിൽ ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ഒരു ആമയുടെ. അത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഷെപ്പാലി ചേട്ടൻ്റെ റോള് കടയിലേക്കാണ്. അപ്പോൾ വാരിശ്ശേരിയിലാണ് ഈ കട. ഒരുപാട് വ്ളോഗുകളിൽ ഫേമസ് ആയിട്ടുള്ള കടയാണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ മിക്കവാറും കയറാറുള്ളത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്.